പാട്ട് എന്നതിലുപരി ലിസണേഴ്സിന് ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത്തരമൊരു മാജിക് ആണ് ആരോമൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോമലിന്റെ എല്ലാ ക്രിയേഷനുകളിലും ആ ഒരു മാജിക് കാണാറുമുണ്ട്. വെയിൽ, കഥ, പാട്ട്, അത് ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഫീലും റിപ്പീറ്റ് വാല്യൂവും അതുപോലെ തന്നെ ആ ഒരു ഫ്രഷ്നെസ്സും എത്രത്തോളാണെന്ന് നമുക്കൊക്കെ അറിയാം. സോ ഈ വെയില്, കഥ, ബാക്കി പാട്ടുകളൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആരാണ് ആരോമൽ ചെയ്യുന്നത്? എൻ്റെ പേര് ആരോമൽ ചേകവർ എന്നുള്ള എൻ്റെ ആർട്ടിസ്റ്റ് നെയിമാണ്. റിയൽ നെയിം ആരോമൽ GK എന്നാണ്. ഞാൻ ഇൻഡിപെൻഡൻ്റ്ലി ട്രാക്ക് റിലീസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എൻ്റെ ആൽബംസ് ഞാൻ റിലീസ് ചെയ്യാറുണ്ട്, സിംഗിൾസ് ആയിട്ട് റിലീസ് ചെയ്യാറുണ്ട്. ബേസിക്കലി എൻ്റെ എല്ലാ വർക്കും ഞാനാണ് ചെയ്യാറ്. ലിറിക്സും കമ്പോസിഷൻ, പാടിയേക്കുന്നത്, പ്രൊഡക്ഷൻ, അങ്ങനെയല്ല സംഭവം. ഓക്കെ, ഈ ചേകവറിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ ആ പേരിനോട് എന്തായിരുന്നു ഇത്ര? ചേകവറിലോട്ട് എത്താൻ എനിക്ക് എൻ്റെ പേരിലൊരു മലയാളിത്തം, എന്താ പറയുക, എക്സ്ക്ലൂസീവ്ലി ഒരു മലയാളിത്തം വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മുടെ ഈ മലയാളം വിട്ടാൽ അങ്ങനെ ആ പേരിലധികം, ബേസിക്കലി ആരോമൽ എന്ന പേരിൽ അങ്ങനെ അധികം ഉണ്ടാവൂല. അപ്പം ഇതും കൂടെ ആകുമ്പോൾ അതങ്ങ് കുറച്ചുകൂടെ സ്ട്രോങ് ആയി. അപ്പം അങ്ങനെ എടുത്തതേ ഉള്ളൂ. പിന്നെ ഈ ആരോമൽ എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം ചിലപ്പോൾ ഇങ്ങനെ കൂട്ടി ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഓരോ പേരുകൾ. അപ്പം അതിൽ ഈ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഇതെടുത്തതാ. അതെ, ആരോമൽ ചേകവർ. ഓക്കെ, ഇനിയിപ്പോ ചേകവർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വടക്കൻ പാട്ട്, അല്ലെങ്കിൽ വടക്കൻ പാട്ടിലുള്ള ആ ഒരു ധീര യോദ്ധാവിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു പാട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ, ആരോമൽ ചേകവറിനെ പറ്റി ഒരു പാട്ട് ചെയ്യുവാണെങ്കിൽ ആരോമലിന്റെ ഏത് ലൈഫ് അല്ലെങ്കിൽ ഏത് ലൈഫിൽ ഏത് ഫേസ് വെച്ചിട്ടായിരിക്കും ആരോമൽ ചെയ്യുക? എനിക്ക് തോന്നുന്നു ഈ 2017 ടു ഒരു 2022-23 ആ ടൈം ആയിരിക്കും ഏറ്റവും കൂടുതൽ. ആ ഒരു ടൈമാണ് ശരിക്കും. ആ ടൈമാണ് എനിക്ക് തോന്നുന്നു കരിയറിൽ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്തതോ അല്ലെങ്കിൽ ഒരു കരയ്ക്കെത്തിക്കാൻ വേണ്ടിയിട്ട് പോയ ടൈം അത്. അപ്പോൾ അത് ഒബ്വിയസ്ലി ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആദ്യത്തെ നല്ല ഷോസും കാര്യങ്ങളെല്ലാം കൂടെ കുത്തിക്കയറ്റും. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഓഫ് ടൈം ആണ് ആരോമലിന്റെ ആ ഇങ്ങനെയുള്ള പാട്ടുകളിൽ വരിക, ആ പാട്ടുകളിൽ വരിക. അതെ, നല്ല എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി 2017 to 2020 അതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കും. പിന്നെ നമ്മൾ കേട്ടുവരുന്ന എല്ലാ പാട്ടുകളും ആരോമലിന്റെ ഫീൽ ഗുഡ് ആണ് എല്ലാം. അതെന്തുകൊണ്ടാണ് ഈ ഫീൽ ഗുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇമോഷൻസ് വരുന്ന തരത്തിലുള്ള പാട്ടുകളല്ലേ കൂടുതൽ ആരോമൽ ചൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്, എന്താ അതിന്റെ റീസൺ എന്ന് പറയുന്നത്? ഒന്നാമത്തെ മെയിൻ റീസൺ, എനിക്കിപ്പോൾ കറൻ്റ്ലി ഉള്ളൊരു ഒരു സ്റ്റേജിൽ എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണ്ട. എനിക്ക് എല്ലാവരുടെയും ഒരു റൂട്ടീൻ്റെ ഒരു പാർട്ടായാൽ മതി എന്നുള്ള ഒരു സംഭവമുണ്ട്. രണ്ടാമത്തെ കേസ്, എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചിയറപ്പ് ചെയ്യാൻ ഉണ്ടാവണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ഇൻറ്റൻഷനലി സങ്കടപ്പെടണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും അതിനവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഐ വാണ്ട് ടു പ്ലേ വിത്ത് ദെയർ ഇമോഷൻ. ആ ഒരു സംഭവം ഒട്ടും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനും പാടില്ല. ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കോഫിയൊക്കെ കുടിക്കും പോലെ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്ര അങ്ങനത്തെ കൂടുതൽ പാട്ടുകൾ. അതെ, ഫീൽ ഗുഡ് വൺ ഓഫ് ദ മെയിൻ റീസൺ അതാ. രണ്ടാമത്തത്, എനിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കങ്ങനെ എഫേർട്ട് ഇടണ്ട. നാച്ചുറലി ആ ഒരു വർക്ക് ഫ്ലോ വർക്ക് ചെയ്യാൻ ഇരിക്കുമ്പോഴും ഇങ്ങനത്തെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പം അതും ഒരു മെയിൻ റീസണാണ്. കൂടുതൽ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടാണ് ആരോമൽ ഒക്കെ ചെയ്യുന്നത്, പാട്ടുകളൊക്കെ ചെയ്യുന്നത്? അതോ ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ ഇടയിലൊക്കെയുള്ള എക്സ്പീരിയൻസസ് ആണോ ആരോമൽ കൂടുതലായിട്ട് പാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ഇല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫാണ് ഏറ്റവും കൂടുതൽ. പേഴ്സണൽ ലൈഫ് പ്ലസ് ഞാനിങ്ങനെ മൈൻഡിൽ ഓരോരോ സ്റ്റോറീസ് ഇങ്ങനെ ക്യൂറേറ്റ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെറുക്കി എടുത്താൽ ചെയ്യാറ്. എന്തായാലും കൂടുതലും പേഴ്സണൽ ലൈഫാണ്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് കിട്ടുന്ന എപ്പോഴും പേഴ്സണൽ ലൈഫിൽ നിന്നായിരിക്കും. ഓക്കെ, ഈ ട്രിവാൻഡ്രം ബേസ്ഡ് ആണല്ലോ ആരോമൽ. അപ്പം ട്രിവാൻഡ്രത്തിന് ഇപ്പം നമ്മളൊക്കെ തൃശ്ശൂർക്കാര് നമ്മൾ കേൾക്കും, അല്ലെങ്കിൽ വേറെ ജില്ലക്കാര് അറിയുമ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രങ്ങള്, അതുപോലെ ആറ്റാൽ പൊങ്കാല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതൊന്നും ഒരിക്കലും ആരോമലിന്റെ പാട്ടുകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കൾച്ചറിനെ കൊണ്ടുവരാത്തത്? അല്ല, ശരിക്കും ഒരു ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അല്ലാണ്ട് തന്നെ എല്ലാവരിലും കണക്ട് ചെയ്യേണ്ട ഒരു സംഭവം. അത് ഇന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ ഒരു മെയിൻ ഇൻഫ്ലുവൻസ് ഓബിയസ്ലി ഉണ്ട്. എൻ്റെ ചില വാക്കുകൾ എനിക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അവിടെ മാത്രം യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ ഉണ്ടാവും, നമുക്ക് മാത്രമേ അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ റീജിയണിൽ എല്ലാവർക്കും കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളത്. പക്ഷെ സ്റ്റിൽ ടൈപ്പ് ഓഫ് മ്യൂസിക് ഐ പ്രൊഡ്യൂസ്
നേരം അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഇൻഫ്ലുവൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നാടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ അമ്പലങ്ങൾ കൂടുതലാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ എൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള റൂട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്നും രാവിലെ 5 മണി ടു 6 മണി പാട്ടിടും, വൈകിട്ടും 5 മണി ടു 6 മണി പാട്ടിടും. അപ്പോൾ ഇതിലിങ്ങനെ മൾട്ടിപ്പിൾ പാട്ട്, ഈ അമ്പലങ്ങൾ മാത്രമല്ല ഒരുപാട് പള്ളി എല്ലാം ഉണ്ട്. അപ്പം കൈൻഡ് ഓഫ് എല്ലാം അടുത്തുവാണ്. അപ്പോൾ എല്ലായിടത്തു നിന്നും ഇങ്ങനെ റെഫറൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. ആൻഡ് എനിക്ക് കർണാട്ടിക്കും വളരെ ഇഷ്ടമാണ്. അതെ, അങ്ങനെ അത് പാട്ടുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കർണാട്ടിക്? ഡെഫിനറ്റ്ലി. എല്ലാം ചില അത് സ്യൂട്ട് ആവുന്ന ഒരു പർട്ടിക്കുലർ പാട്ടുകളിൽ ഉണ്ടാവും, ചിലത് ആ ഒരു ഇൻഫ്ലുവൻസ് വരണം എന്ന് വേണ്ടിയിട്ട് വച്ച് വർക്ക് ചെയ്ത പാട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അതെ ഉണ്ട്. ഞാൻ അതിൽ വലിയ പ്രോ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, പഠിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ കൾച്ചറാണ് ശരിക്കും. അപ്പോൾ അത് വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്യും അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി ആരോമലിന്റെ ഇപ്പൊ പാട്ട് വിട്ട് കഴിഞ്ഞാൽ ആരോമലിനെ എന്താണ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലൈക്ക് എന്താണ് പാട്ട് കഴിഞ്ഞാൽ എന്താണ് ആരോമലിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട്? ജനറലി എല്ലാ ആർട്ട് ഫോമും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല. ഞാൻ അതിൽ വളരെ ബാഡാണ്. പക്ഷെ എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. മൂവി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സിനിമകൾ ഇഷ്ടമാണ്. ബേസിക്കലി എല്ലാ ആർട്ട് ഫോമും ഞാൻ നല്ലപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. കൺചെമ്മുന്ന താരങ്ങളും മിണ്ടിടാതെ മിണ്ടുന്നൊരു പാതയിൽ എന്നാലും നാം കൈമാറും മഞ്ഞപ്പൂക്കൾ. മ്യൂസിക് ഒരു ഹോബി മാത്രമല്ല, എനിക്കതൊരു പാഷനായിട്ട് എടുക്കണം എന്ന് എപ്പോഴാണ് ആരോമലിന് തോന്നാൻ തുടങ്ങി, അല്ലെങ്കിൽ ദിസ് ഇസ് ദ മൊമെന്റ് എനിക്ക് ഇത് ചെയ്യണം എന്ന് തോന്നിയ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? അതെ, എനിക്ക് 10th കഴിഞ്ഞ സമയത്ത്, അതിനു മുമ്പ് നമ്മൾ ഈ പാട്ട് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ 11th 12th ഒക്കെ ആയ സമയത്ത് ഹിന്ദി സീൻസും അല്ലെങ്കിൽ പുറത്തൊക്കെയുള്ള ആർട്ടിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഒരു ഐഡിയ. അതിനു മുമ്പ് നമുക്ക് മാക്സിമം അറിയാവുന്ന മൈക്കിൾ ജാക്സൺ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഈ സീൻസും കാര്യങ്ങളൊക്കെ ഇത് കൊള്ളാം, പോപ്പ് എന്ന് പറയുന്ന കൾച്ചറും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ആ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഈ തൈക്കുടം ബ്രിഡ്ജ് ഇങ്ങനത്തെ കുറേ ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ബാൻഡിനെ പറ്റിയിട്ടും ഞാൻ അറിയുന്നത്. അതിന് മുമ്പ് ഉള്ളതാകാം, പക്ഷെ ഞാൻ അറിയുന്നത് ആ സമയത്താണ്. അപ്പോൾ അത് ഇഷ്ടമായി തുടങ്ങി അങ്ങനെ ഒരു സംഭവം. പക്ഷെ സ്റ്റിൽ അത് മെയിൻ എടുക്കണം എന്നുള്ളൊരു തോട്ട് മൈൻഡ് ഉണ്ടായിട്ടില്ല, പക്ഷെ ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. അപ്പം മെയിൻ പോയിന്റ് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തോന്നേണ്ട കാര്യം, ഞാനിങ്ങനെ +2 എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് ഞാൻ നൈസായിട്ട് പൊട്ടി +2-ന്. അപ്പോൾ എൻ്റെ അമ്മ നല്ല സീനിയർ ആയിട്ടുള്ള ടീച്ചർ വേണം. അപ്പോൾ എൻ്റെ സ്കൂളിൽ എൻ്റെ കുട്ടികൾ +2 എഴുതിയതിൽ ഒരേ ഒരാൾ പൊട്ടിയിട്ടുള്ളൂ, അത് ഞാനാണ്. അപ്പോൾ ഒരു മൊമെൻ്റ് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പോയി ഞാനും അമ്മയായിട്ട് അമ്മ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ഇങ്ങനെ സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വരുന്ന സമയമാണ് ഞാനും അമ്മയും കൂടെ അങ്ങനെ കയറി പോകുന്നത്. അങ്ങനെ കയറി പോകുന്ന സമയം അവിടുത്തെ എല്ലാവരും ഡിസപ്പോയിൻറ്റഡാണ്. പിന്നെ എന്നെ എല്ലാവർക്കും നല്ല കാര്യമാണ്. അപ്പോൾ അവർക്ക് ദേഷ്യമൊന്നും പറയാൻ പറ്റത്തില്ല, ബട്ട് എല്ലാവരും വിഷമവും ഡിസപ്പോയിൻറ്റഡുമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചതാണ്, ലൈക്ക് എന്തായാലും ഇനി പ്രത്യേകിച്ച് അങ്ങനെ നോക്കാനും ഒന്നുമില്ല, ഇനി ഇത് തന്നെയാണ് മെയിൻ പരിപാടി, ഈ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ആ ഒരു വാശി എൻ്റെ അകത്തുണ്ടായിരുന്നു. എന്തായാലും ചെയ്യുമ്പോൾ ടോപ്പായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പിന്നെ അങ്ങനെ ഞാൻ അമ്മയെ കൺവിൻസ് ചെയ്ത, അമ്മ എനിക്ക് ഓഡിയോ എഞ്ചിനീയറിംഗ് എടുത്താൽ മതി. പിന്നെ ഒരു 1 year ബ്രേക്ക് എടുത്തു ഞാൻ. ആ സമയം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പഠിക്കാൻ എന്തൊക്കെ റിസോഴ്സസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന അതെല്ലാം കളക്ട് ചെയ്തു. ആൻഡ് അങ്ങനെ കൊച്ചിയിലോട്ട് മൂവ് ചെയ്തത്. ഓഡിയോ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുത്തു. ബാക്കിയെല്ലാം പിന്നെ ഒരുപാട് ഞാൻ വർക്ക് ചെയ്തു. മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ തുടങ്ങിയതും. ആൻഡ് ഇപ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്, ഈസി ആയിട്ട് പോകുന്നുണ്ട്. കുറച്ചുകൂടെ കംഫർട്ടബിൾ, ബോത്ത് ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഓൾ ഗുഡ്. പ്ലസ് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അറിയാം എല്ലാവർക്കും
ആ ഒരു കാര്യം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ തിരിച്ച് ടീച്ചർമാരുടെ അടുത്തേക്ക് പോകുമ്പോ ആ ഒരു വിഷമം മാറ്റി കൊടുക്കാൻ ആരോപലിന് പറ്റും? ഇല്ല, ആക്ച്വലി അവർക്കപ്പോഴും സ്റ്റിൽ ഞാൻ ഇങ്ങനെ പരിപാടി ചെയ്ത് അത്യാവശ്യം അറിയാവുന്ന അവർക്കറിയാം. അവരന്ന് ചെറിയൊരു ഡിസപ്പോയിന്റഡേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എപ്പോഴും വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഞാൻ കാരണം എൻ്റെ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ അവർ സൂപ്പർ പ്രൗഡാണ്. മേ ബി ഞാൻ എന്നെ പറ്റി ആലോചിച്ച് പ്രൗഡാവുന്നതിനേക്കാളും എൻ്റെ അച്ഛനും അമ്മയും അമ്മ ഭയങ്കരമായിട്ടും പ്രൗഡാണ്. എൻ്റെ ഹോൾ ഫാമിലി റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരിപ്പം നമ്മളില നോക്കി കാണുന്ന പല കാര്യങ്ങളും. അപ്പോൾ അതിൽ ഞാൻ വളരെ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ഇപ്പോൾ ഈ ഒരു കരിയർ ചൂസ് ചെയ്ത ഈ ഒരു ഇല്ലാത്ത സീനായിരുന്നു അത്. അങ്ങനെ ഒരു സംഭവത്തിന് തുടങ്ങി. ഇന്നിപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു പർട്ടിക്കുലർ കരിയറിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാവണമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാര്യം അതിൻ്റെ എന്താ ആ ഒരു ചുറ്റുപാടിൽ നിന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസൊക്കെ അവർക്കും കിട്ടുന്നുണ്ട്, ഭയങ്കരമായിട്ടും കിട്ടുന്നുണ്ട്. അപ്പം അതെനിക്ക് തോന്നുന്നു എന്നെ ഇപ്പോഴും എൻ്റെ ആ ഒരു പീസ് ഓഫ് മൈൻഡിനെ ഹെൽപ്പ് ചെയ്യും. നമുക്കിപ്പോൾ ഡൗൺ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു എനർജി കൂടുന്നുണ്ടാവും. അതായത് ഇനിയിപ്പോൾ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാനില്ല. ഈ ക്രാഫ്റ്റിനെ നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു തോട്ട് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. ഞാൻ എന്താ പറയുക, ഭയങ്കര ഞാനും പ്രൗഡാണ് അത് ആ കാര്യപ്പറ്റി ആലോചിക്കുമ്പോൾ. ഓക്കെ, ഇനി ആരോമലിന്റെ പാട്ടുകളെല്ലാവരും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു ഇതാണ്, എല്ലാവരും ലൂപ്പിലിട്ടൊക്കെ കേൾക്കുന്ന ഒരു പാട്ടാണ്. അതുപോലെ ആരോമൽ എങ്ങനത്തെ സോങ്സ് ആണ് ഇങ്ങനെ കേൾക്കാറുള്ളത്, അല്ലെങ്കിൽ ലൂപ്പിലിട്ട് കേൾക്കുന്ന സോങ്സ് എന്തൊക്കെയാണ് ആരോമലിന്റെ അല്ലാത്തത്? അത് ഡിപ്പെൻഡ് ചെയ്യും ശരിക്കും നമ്മുടെ മൂഡ് അനുസരിച്ച്. ഞാൻ എൻ്റെ എല്ലാ ടൈമിങ്ങിനും ഞാൻ ടൈമിന് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യാറുണ്ട്. ഉണ്ട്. അപ്പോൾ ഓരോ ടൈമിനും ഞാൻ ഓരോ പർട്ടിക്കുലർ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൈമിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി 80s മലയാളം 80s മെലഡി അല്ലെങ്കിൽ 90s ആ സമയത്തുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ രാവിലെ. അതും കൂടുതൽ കർണാട്ടിക് ഇൻഫ്ലുവൻസസ് ഉള്ളത് കൂടുതലായിരിക്കാം. മേ ബി അത് ഉണ്ടാവാം. പിന്നെ ഒരു വർക്കൊക്കെ ചെയ്യണതിന് മുമ്പ് കുറച്ച് എനർജറ്റിക് ആ ഒരു ഹിപ്പ് ഹോപ്പ് ആണെങ്കിലോ പോപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ സമയം രാത്രി ഉണ്ടാവും. രാത്രി എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളിൽ ഈ പഴയ റെട്രോ തമിഴ് പാട്ടുകളൊക്കെ ഉണ്ടാവും. ഞാൻ എല്ലാത്തിനും ഓരോ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുണ്ടാവാം. ഡിപ്പെൻഡ് ചെയ്യും മൂഡും ടൈമും. അതെ ആ ഒരു അപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് ഓഫ് മൂഡ് എന്താണോ അതിനനുസരിച്ചിട്ട്. ഓക്കെ, പിന്നെ പാട്ടുകളിൽ ഒരേ തരം പാറ്റേൺസ് ആണ് നമുക്ക് അല്ലേ? അപ്പം എല്ലാം ഫീൽ ഗുഡ് ആണ്, അല്ലെങ്കിൽ എല്ലാം ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. സോ ഇനി പാറ്റേൺ മാറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ജോണർ മാറ്റുവാണെങ്കിൽ എങ്ങനത്തെ സോങ്സ് ആയിരിക്കും ഇനി ആരോപണം ചെയ്യാൻ പോകുന്നത്? കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ലൈവിൽ പെർഫോം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം. ഇപ്പോൾ ഉള്ളത് ചെയ്യാം, റീഅറേഞ്ച് ഒക്കെ ചെയ്യാം, റീപ്രൊഡ്യൂസ് ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും ആ ഒരു ഫ്രം സ്ക്രാച്ച് തന്നെ ലൈവബിൾ എങ്ങനെ ആക്കാൻ പറ്റും ആ ഒരു തോട്ട് ഉണ്ട്. ഞാനിപ്പോൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്യുന്നതും അങ്ങനെ കുറച്ചുകൂടെ എങ്ങനെ ലൈവബിൾ ട്രാക്ക് ഉണ്ടാക്കാം. ഈ അൺപ്ലഗ്ഡ് അല്ലെങ്കിൽ പോലും കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ആൾക്കാർക്കൊന്നും കുറച്ചുകൂടെ ഗ്രൂവ് ചെയ്യാൻ പറ്റുന്ന സാധനം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അഥവാ ഞാൻ ഇനി അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഉണ്ടാവും എൻ്റെ മൈൻഡിൽ. അത് ഉണ്ടാവും എപ്പോഴും അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ളത് വർക്ക് ചെയ്യാൻ. വെയിലോ മഴയോ എൻ തണലോ തണവോ എൻ ഇതളോ ഇലയോ എൻ കനവിൻ മധുവോ ഇരവോ പകലോ എൻ ഇണയോ തുണയോ എൻ. ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട്. ഞാൻ തൃശ്ശൂരും എൻ്റെ സെക്കൻഡ് ടൈം ആണെന്ന് തോന്നുന്നു വന്നത്. ഞാൻ അധികം പുറത്തിറങ്ങുന്നത് ഭയങ്കര റെയറാണ്. ഓക്കെ, ഇതൊരു ആർട്ട് കഫേ ആണ്. ഇവിടെ ആർട്ട് കളക്ഷൻസ്, ലൈബ്രറി ബുക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്കതൊന്ന് വേണമെങ്കിൽ കാണാം. പിന്നെന്താ. പാട്ടുകളിൽ കണ്ടുവരുന്ന ഒരു ഇതാണ് പാറ്റേൺസ് എല്ലാം സിമിലർ ആണ്. എല്ലാം ഇമോഷണലി ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ലൈൻസും ഒക്കെ ആണ്. അപ്പോൾ അത് ഇത്രമാത്രം ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? മേ ബി അത് എനിക്ക് ഒന്ന് എൻ്റെ കമ്പോസിഷൻസിൻ്റെ
ആവാം. ഞാൻ കമ്പോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുക. ഒട്ടും ഫോഴ്സ്ഫുള്ളി ചെയ്യാണ്ട് നാച്ചുറലി വരുന്നത് പോകുന്നത് പോലെ ചെയ്യാറുണ്ട്. മേ ബി അതാവാം. പിന്നെ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. എനിക്കിപ്പോൾ ഇതേപോലത്തെ ഒരു പാട്ടാണ് കേൾക്കേണ്ടത്, അപ്പോൾ എന്നാൽ പിന്നെ അതേപോലെ ഒരു പാട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും കൂടുതൽ. മേ ബി അതാവാം റീസൺ. പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ ഇപ്പോൾ കറന്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് വേണം. അതെ അതെ, കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, ഒന്ന് ഫീൽ ഗുഡ്. അതെ, അപ്പോൾ മേ ബി അതാവാം റീസൺ. അതെ. ഓക്കെ. പിന്നെ ഇപ്പം എല്ലാ മ്യൂസീഷ്യൻസും അവർക്ക് അവരുടെ പാട്ടുകളിൽ ഒരു തുടക്കം ഉണ്ടായിരിക്കില്ല. ഇപ്പം ചിലർ ഭയങ്കര റിസർച്ച് ചെയ്തിട്ട് പാട്ടുകൾ ചെയ്യുന്നവരുണ്ട്. സിംപ്ലി എന്താ പറയുക, ചുമ്മാ പാട്ട് എഴുതിയിട്ട് കമ്പോസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആരോമലിന്റെ സ്റ്റാർട്ടിങ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും ഒരു പാട്ടിന്റെ? അതും ചില ട്രാക്കുകൾ ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ ഒരു വാക്ക് കിട്ടുമ്പോഴായിരിക്കാം. മേ ബി ഒരു വേർഡിൽ എന്നാൽ ഈ വേർഡിൽ തന്നെ തുടങ്ങാം അല്ലെങ്കിൽ ചെയ്യാം എന്നുണ്ടാവാം. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പോസിഷൻസ് ആവാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലത് സൗണ്ട് നമുക്കിപ്പോൾ കുറച്ച് സൗണ്ട് പ്രൊഡക്ഷനിൽ നിന്നാവാം. മേ ബി ഒരു സൗണ്ട് കിട്ടുമ്പോൾ ഒരു സൗണ്ട് പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചിലപ്പോൾ കമ്പോസ് ചെയ്യുന്നത് അങ്ങനെ ആവാം. ഡിപ്പെൻഡ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു ഓരോ ട്രാക്കിനനുസരിച്ചിട്ട് മാറും. ഇനിയിപ്പോൾ ഫോർമാറ്റ് ആണ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ മേ ബി ഞാൻ ആദ്യം കമ്പോസിഷൻ, സെക്കൻഡ് ലിറിക്സിനൊപ്പം തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് പ്രൊഡക്ഷൻ അറേഞ്ച്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മിക്സിംഗ് ആൻഡ് മാസ്റ്ററിങ്ങിന് അയക്കും. മിക്സിംഗ് ആൻഡ് മാസ്റ്ററിങ് ആയിട്ട് ലാസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റിലീസസും കാര്യങ്ങളാണ് ഞാൻ വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്താൽ. എനിക്ക് ഒന്ന് ആദ്യം കമ്പോസിഷനും ലിറിക്സും, റെയർലി ലിറിക്സ് ഫിനിഷ് ചെയ്തിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. പിന്നെ ഇപ്പം പാട്ടുകളിൽ ഇപ്പം എല്ലാവരും നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദ വേ ദേ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അല്ലെ. ഇപ്പം ആൾക്കാരെ ഒരു ആളെ വെച്ച് ചെയ്യുന്നതും അല്ല, ആൾക്കാരിലേക്ക് കൂടുതൽ എത്തുക എന്നുള്ളത് ഒരു പേഴ്സൺ ചെയ്യുമ്പോഴായിരിക്കും, അത് ആക്ട് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇപ്പം ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് അല്ല. സോ അതിലേക്ക് എത്താനുള്ള റീസൺ എന്താണ്? അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ചൂസ് ചെയ്യുക ഒരു പേഴ്സൺ ആക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഇഷ്ടമാവുമല്ലേ ആൾക്കാർക്ക്. പക്ഷെ ആരോമലിന്റെ പാട്ടുകളിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. സോ വൈ യു പ്രിഫർ ദാറ്റ്? അതിലേക്ക് വരാനുള്ള റീസൺ എന്താ? മെയിൻലി എൻ്റെ ഫസ്റ്റ് കാര്യം എനിക്ക് തോന്നുന്നു കൺവീനിയൻസാ. പെട്ടെന്ന് കഴിയും അനിമേറ്റഡ് ആകുമ്പോൾ. മേ ബി ഒരു 1-2 വീക്സിനുള്ള പാട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ തന്നെ ഒരു നല്ലൊരു ടൈം എടുക്കും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ പ്രൊഡക്ഷൻ വരുമ്പോൾ വീണ്ടും അത് ഡിലേ ആവും. ഫസ്റ്റ് തിങ് അതാ. അപ്പോൾ ഈ അനിമേറ്റഡ് വീഡിയോസോ ലിറിക്കൽ വീഡിയോ ആയിട്ട് അതങ്ങ് വർക്ക് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്രൂ കിട്ടുന്ന ഒരു പാടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷെ പ്രൈമറിലി ഉള്ള മെയിൻ റീസൺസ് ഇതാ. മേ ബി പെട്ടെന്ന് പരിപാടി കഴിയും. റിലീസസിന് അധികം ഡിലേ ആകത്തില്ല. അപ്പം നമ്മുടെ ഒരുപാട് ബാക്ക് ടു ബാക്ക് ട്രാക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആരോമലിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞു ഫീൽ ഗുഡ് ആണ്. ഇനി ലൈവ് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ആരോമലിന് ഏറ്റവും കൂടുതൽ എൻ്റെ എനർജി പോലെ തന്നെ അവരിലേക്കും എനിക്കത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നൊരു എലമെന്റ് ഉണ്ടല്ലോ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആരോമലിന്റെ തന്നെ പാട്ടുകളായിരിക്കും ഓൺ സ്റ്റേജ് ആയിട്ട് പെർഫോം ചെയ്യാൻ ഇഷ്ടം? അല്ല, അത് എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യനും നമ്മുടെ റിലീസസും ബന്ധം ഉണ്ടാവും തോന്നുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പാട്ടുകൾ കമ്പാരിറ്റീവ്ലി ഇപ്പം വെയിലിന് നല്ല റെസ്പോൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മേ ബി ആകാശം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് തിങ് ആർട്ടിസ്റ്റിൻ്റെ പോപ്പുലാരിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ സൂപ്പർ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും അല്ലല്ലോ. ഓൺ ദ വേ ടു ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്നിട്ട് എനിക്ക് ആ ഒരു റെസ്പോൺസ് തോന്നിയിട്ടുള്ള എനിക്ക് തോന്നുന്നു വെയിലിനും ആകാശത്തിനും ആണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. ഇനി ആരോമലിന്റെ ഏറ്റവും ബേസിക്, അതായത് നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കില്ല, നമ്മൾ ഇത്രയും പാട്ടുകൾ ചെയ്തു, അതിൽ ആരോമലിന് ഇഷ്ടമുള്ള ഒരു പാട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലായി. ചിലപ്പോൾ ആദ്യത്തെ പാട്ടായിരിക്കാം, ചിലപ്പോൾ റീസെൻ്റ്ലി ചെയ്ത പാട്ടുകളായിരിക്കാം. സോ ആരോമലിന്റെ പ്ലേലിസ്റ്റിൽ ആരോമലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? ഫസ്റ്റ് പാട്ട് എപ്പോഴും സൺഡേ മോർണിംഗാണ്. കാര്യം അത് എൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് റിലീസും സൺഡേ മോർണിംഗ്. അപ്പോൾ ഓബിയസ്ലി അതിൻ്റെ അടുത്തൊരു സ്നേഹമുണ്ട്. പിന്നെ ഒരു റെക്കഗ്നീഷൻ കിട്ടിയത് വെയിൽ റിലീസ് ചെയ്തപ്പോഴാണ്. അപ്പോൾ വെയിലിനോടും ഉണ്ട്. പിന്നെ ഏറ്റവും റീസെൻ്റ്ലി റിലീസ് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ റിലീസ് ചെയ്യുന്നതിനേക്കാളും ക്വാളിറ്റി ഇമ്പ്രൂവ് ഉണ്ടാവും.
അപ്പോൾ എൻ്റെ ഫസ്റ്റ് പാട്ട് ഞാൻ 2020 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2024 അല്ലെങ്കിൽ 25 ആകുമ്പോൾ അത്രയും ടൈം എടുക്കും. അതെ അതെ, ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഓരോ ഡേ കഴിയുമ്പോഴും എന്തെങ്കിലും പുതിയത് കിട്ടും, ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവും. അപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ പാട്ടിൻ്റെ അടുത്ത് ഒരു സ്നേഹം ഉണ്ടാവും, ആദ്യത്തെ പാട്ടിൻ്റെ അടുത്തും. പിന്നെ നമുക്കൊരു ബ്രേക്ക് എന്നൊരു പാട്ടിൻ്റെ അടുത്തും ഉണ്ടാവും. ഇനി എങ്ങനത്തെ ഓഡിയൻസിലേക്കാണ് കൂടുതലായിട്ട് ആരോപലിൻ്റെ പാട്ടുകൾ ചെന്നെത്തുന്നത്? ഇപ്പം കുറച്ച് ചിലപ്പോൾ എല്ലാവരും പറയാറില്ലേ ഇന്ന ടാർഗറ്റഡ് ഓഡിയൻസിലേക്കാണ് എൻ്റെ പാട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും കൂടുതലായിട്ട് ആരോമലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പാട്ടുകൾ എത്തുന്നത്? എനിക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരിലായിരിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന കറൻ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ട് മേ ബി ഞാൻ പറഞ്ഞ പോലെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ച് വീട്ടിലോട്ടുള്ള ഡ്രൈവ് അതിൽ എൻജോയ് ചെയ്യുന്നവരായിരിക്കാം. മേ ബി കഫേസിലൊക്കെ ചെന്നിരിക്കുന്ന ഒന്ന് റിലാക്സ് ചെയ്യുന്നവരാവാം. കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാമെന്ന് വിചാരിക്കുന്നവരാവാം. ഓരോ മനുഷ്യരായിട്ട് മാറും. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ കൈൻഡ് ഓഫ് ഇപ്പോഴത്തെ ഓഡിയൻസ് ഇതാണെന്ന് തോന്നുന്നു. കരിക്ക് അല്ലെ, അത് എല്ലാവരിലും ഫേമസ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആയിരുന്നു. പ്രത്യേകിച്ച് കേരളത്തില് എല്ലാ യങ്സ്റ്റേഴ്സും അല്ലെങ്കിൽ എല്ലാ ഫാമിലീസും ഇരുന്ന് കണ്ട ഒരു വെബ് സീരീസ് ആണ് കരിക്ക്. അപ്പൊ കരിക്കിലൊരു പാർട്ടായിരുന്നു എന്നറിഞ്ഞു. അപ്പം അതിലോട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അവരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു കോംബോ എങ്ങനെയായിരുന്നു? അല്ല, കരിക്കില് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാ എന്നെ വിളിച്ചത്. അത് ഒരു ലിറിക്സിന് വേണ്ടിയിട്ടാ. അപ്പോൾ എനിക്കിങ്ങനെ ട്രാക്ക് എന്നവർക്കത് വേണം, എന്നെ ഓൾറെഡി അറിയുകയും ചെയ്യാം അവർക്ക്. ഞാനിങ്ങനെ ഇൻഡിപെൻഡൻ്റ്ലി ട്രാക്ക് റിലീസ് ചെയ്യുന്നുണ്ടെന്നും. അപ്പോൾ അങ്ങനെ എനിക്ക് എൻക്വയറി തന്നെ ഒരു വെബ് സീരീസിൽ ഒരു പാട്ടിന് ലിറിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കണക്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ശരിക്കും അത് ചെയ്തത്. അത് ഈസി വർക്കായിരുന്നു ടു ബി ഓണസ്റ്റ്. അവർ സൈഡിൽ നിന്ന് അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അവർക്ക് വേണ്ടുന്ന സാധനം എനിക്ക് ഒരു ഐഡിയ ഉണ്ടായി, ചെയ്തു കൊടുത്തു, അത് വർക്കൗട്ടായി. ലൈക്ക് അതൊരു എന്താ പറയുക, ഒരു ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നു പോയ ഒരു വർക്കായിരുന്നു അത്. ഓക്കെ, അപ്പം ലൈക്ക് ഒരു വെബ് സീരീസിൽ ഒരാളുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ചെയ്യുന്നതും ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ കമ്പോസ് ചെയ്ത് നമ്മുടെ ആ ഒരു സ്പേസിൽ ഇരുന്ന് ചെയ്യുന്നത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പം അതെങ്ങനെയായിരുന്നു? ലൈക്ക് ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ഇരുന്ന് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഡീപ്പ് ഇതുണ്ട്. അതെങ്ങനെയായിരുന്നു? എനിക്കൊന്ന് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പണി കുറച്ച് എളുപ്പമാണ്. കമ്പോസ് ചെയ്യുക ഒരാളുണ്ടാവും, വേറെ ഒരു റിസ്ക് ഉണ്ടാവും. ഇപ്പോൾ കമ്പോസിങ് വർക്കാണെങ്കിൽ കമ്പോസിങ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ തന്നെ നോക്കണം. ബോത്ത് മ്യൂസിക്കൽ സൈഡ് ആണെങ്കിലും റിലീസിൻ്റെ പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ മറ്റേതാകുമ്പോൾ ലിറിക്സ് ആണെങ്കിൽ ലിറിക്സ് ചെയ്ത് കൊടുക്കാം, കമ്പോസിങ് ഇത് നമ്മുടെ കുറച്ചുകൂടി ഈസാണ് വർക്ക് ചെയ്യാൻ വേണ്ടി. പെട്ടെന്ന് തീരും വർക്ക്, ഡിലേ ആവത്തില്ല. പിന്നെ വേറൊരാളുടെ മേൽനോട്ടം അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമുക്കധികം സ്ട്രെസ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. നമ്മളങ്ങനെ ഇരിക്കത്തില്ല. നമ്മുടെ ഓൺ വർക്കാകുമ്പോൾ ഇരുന്ന് അയ്യോ ഇനി അടിപൊളിയാക്കണം എന്ന് പറഞ്ഞ് പോളിഷ് ചെയ്യാണ്ട് അത് ചില സമയങ്ങളിൽ ഹെൽപ്പ് ചെയ്യും, ചില സമയങ്ങളിൽ ചിലപ്പോൾ ട്രാക്കിനെ കില്ല് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇപ്പം ഇൻഡിപെൻഡന്റ് ജോണേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കുറെ ആൾക്കാർ അതിൽ വന്നുകൊണ്ടിരിക്കുന്നു. സോ അതിലൊരു ഭാഗമാണ് ഇപ്പൊ ആരോമല്. സോ ഇനിയും അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട്. അപ്പം എങ്ങനത്തെ ജോണേഴ്സ് ആയിരിക്കും കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക? അല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ ഫുൾ ടൈം കരിയർ ഇപ്പോൾ ഇതാ ഈ ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ ഇനിയും മൾട്ടിപ്പിൾ ട്രാക്ക് റിലീസ് ചെയ്യുക, ലൈവ് പെർഫോം ചെയ്യുക, സോഷ്യലി കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവുക എന്നുള്ളൊരു പ്രൈമറി ടാർഗറ്റ് അതാ. പിന്നെ ജോണർ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ ജോണറും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും കമ്പോസിഷൻ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അതിൽ കുറച്ച് എക്സ്ട്രാ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ തെലുഗുവില് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്, അപ്പം ലാംഗ്വേജേ മാറി നമ്മുടെ അല്ലെ? അപ്പം ആ ഒരു ലാംഗ്വേജിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? അതായത് അവിടുത്തെ ആൾക്കാർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ മലയാളമാണോ കുറച്ചും കൂടെ ആരോമലിന് കണക്ട് ചെയ്യാൻ പറ്റുക, അതോ തെലുഗുവിൽ പോയപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു വൈബ് അതെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അല്ല, തെലുഗുവിൽ എനിക്ക് തോന്നുന്നു കുറച്ച് എനിക്ക് കമ്പോസിഷനും പ്രൊഡക്ഷനും മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു അയച്ചു കൊടുക്കുന്ന ഐഡിയാസിൽ ഓക്കെ ആയിരുന്നു, എല്ലാം വോക്കൽസും കാര്യങ്ങളും റഫായിട്ടുള്ള കമ്പോസിഷൻസിലൊക്കെ. അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ചലഞ്ചിങ് ആവും, നമുക്ക് ആ വേർഡിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാവാം. അതിന് ഒരാളുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ തിരിച്ച് ഹമ്മ ചെയ്ത് അയച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാണ്ട്
വലിയ ലാംഗ്വേജിൽ വലിയ ഇല്ല വ്യത്യാസമില്ല. പിന്നെ ഓൺ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ ഓൺ ലാംഗ്വേജ് ചെയ്യാൻ കംഫർട്ടും താല്പര്യവും അതാ. കാര്യം ഈ എൻ്റെ ലാംഗ്വേജ് മലയാളത്തിൽ അറിയപ്പെടണം എന്നാണ് ആഗ്രഹം. അതെ അതെ. ഇപ്പം 2025 ആയി, മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായിരിക്കും മാറ്റങ്ങൾ ഇനി ആരോമലിന്റെ ഫ്യൂച്ചറിലേക്ക്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഞാനിപ്പോൾ കുറച്ചുകൂടെ ലൈവബിൾ ആയിട്ടുള്ള ട്രാക്ക് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. എനിക്ക് ലൈവ് ഷോസ് പോകാൻ പ്ലാനിങ്. ഞാൻ ഇതുവരെ അങ്ങനെ ആക്റ്റീവ്ലി പോയിട്ടില്ല. അപ്പോൾ ഇനി പെർഫോം ചെയ്യണം, ആ ഒരു കംഫർട്ട് സോൺ വിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ ട്രാക്ക് അതെ കുറച്ചുകൂടെ നമുക്കൊന്ന് ആവണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പം മേജർ പ്ലാനിങ് അതാ, ട്രാക്ക് ലൈവ് പോകാണ്ട പ്ലാനിങ്ങും പ്ലസ് ഈ ട്രാക്കിനും പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആവുമെന്ന് എനിക്കറിയാം. ഓരോ ഡേ കഴിയും തോറും ട്രാക്കിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും കമ്പോസിഷൻ സ്റ്റൈൽ ആണെങ്കിലും പ്രൊഡക്ഷൻ അത് കുഴപ്പമില്ല. അപ്പോൾ ബട്ട് സംഭവം ഇതാ, ലൈവ് വേണം, ലൈവ് പോയി ട്രാക്ക് ചെയ്യണം, അതേ ഉള്ളൂ. നമ്മളെന്താ പറയുക, ചെയ്തുകൊണ്ടിരുന്ന ജോണ്ടറിലും ഓൾട്ടർനേറ്റീവ് വരുത്തി ചെയ്യണം. അതെ. മേലെ നിലവാരം താഴെ താഴ്വര നേരം വൈകിയെന്നുള്ളിൽ തോന്നലായി കാലം മാറി വന്നേനോ പൂമഴ വേഗം കൊടുമാറാനെന്നും വിങ്ങലായി. നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പം കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള എല്ലാവരുടെയും ബയോ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ആരോമലിന്റെ ബയോയിൽ വരുന്നത് ആർട്ടിസ്റ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരിക്കലും ഒരു മ്യൂസീഷ്യൻ എന്നോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ലവർ എന്നോ അവിടെ ഇല്ല. അതെന്തുകൊണ്ടാണ്? അത് എനിക്ക് തോന്നുന്നു ഞാനത് കൊടുക്കാനൊരു റീസൺ എന്ന് വെച്ചാൽ എൻ്റെ ആർട്ട് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും എൻ്റെ ആർട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് തന്നെ കൊടുത്തതാണ്. പിന്നെ മ്യൂസിക്കിൻ്റെ പരിപാടി മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും അത് തിങ്ക് ചെയ്തിട്ടുമില്ല. ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. മേ ബി അത് പറയാൻ വേണ്ടി ഞാൻ ചൂസ് ചെയ്തൊരു മീഡിയം മ്യൂസിക്കാണ്. ഇപ്പോൾ ലിറിക്കൽ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ സ്പോട്ടിഫൈയിലെ ആർട്ടിലാണെങ്കിൽ പോലും എൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിൽ എല്ലാത്തിലും ഉണ്ടാവും. A to Z എൻ്റെ റിലീസസിൻ്റെ കാര്യങ്ങളും എൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഇൻവോൾവ്മെൻറ്റും അല്ലെങ്കിൽ പുതിയതായിട്ട് എനിക്ക് എൻ്റെ ഒരു ഇതുണ്ടാവും. അതാണ് മെയിൻ സംഭവം. ബട്ട് എങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ പുതിയതായിട്ടൊരു ആർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെ ആർട്ടിസ്റ്റ് ശരിക്കും ഏതൊരു ആർട്ട് ചെയ്യുന്നൊരു പുതിയതായിട്ടൊരു ആർട്ട് ചെയ്യുന്ന ആളാണ് ആർട്ടിസ്റ്റ് എന്ന്. അതിപ്പോൾ പാട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും മേ ബി മൂവി മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം. അപ്പോൾ അതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ടെന്ന് കരുതി. അതെ. ഓക്കെ, നെക്സ്റ്റ് പ്രോജക്റ്റ് ഞങ്ങൾക്ക് എപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? വെരി സൂൺ ഒരുപാട് നല്ല കൊളാബറേഷൻസ് ഉണ്ടാവും. എൻ്റെ തന്നെ ട്രാക്കുകൾ ഉണ്ടാവും. ഒന്നും അനൗൺസ് ചെയ്യാറായിട്ടില്ല. അതൊക്കെ അതിൻ്റെ പ്രോസസ്സിലാണ്. കൈൻഡ് ഓഫ് ഫിനിഷിംഗ് പ്രോസസ്. അനൗൺസ് ചെയ്യേണ്ട സ്റ്റേറ്റിൽ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. കഴിയാറായി. വെരി സൂൺ. ഓക്കെ, സോ നന്നായിരിക്കട്ടെ. ഇനിയും പ്രോജക്റ്റുകൾ നല്ല വരട്ടെ, കൊളാബറേഷൻസ് വരട്ടെ. ഇനിയും നമ്മൾ കുറച്ചുകൂടി പോപ്പുലർ ആവട്ടെ. എല്ലാം കന്നഡയിലും തെലുഗുലും തമിഴിലൊക്കെ കുറച്ചുകൂടി ചാൻസസ് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.